രോഗങ്ങൾക്കുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇതെല്ലാം ഒരുപാട് വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുക. സൂര്യനും മഴയ്ക്കും വെള്ളത്തിനുമൊന്നും ജാതിയും മതവുമില്ല, രോഗങ്ങൾക്കുമില്ല. മനുഷ്യർ പരസ്പരം വിശ്വസിക്കുന്നതാണ് മതം. പക്ഷേ വിദ്യാഭ്യാസം സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. മനുഷ്യർ പരസ്പരം വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ മതമെന്ന് നടൻ മമ്മൂട്ടി. വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മൾ സ്വാർത്ഥലാഭത്തിന് വേണ്ടി തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളും ഓരോ കാര്യങ്ങളും ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഈ ലോകത്ത് നമ്മൾ മാത്രമല്ല, നമ്മളെപ്പോലെ കോടിക്കണക്കിന് മനുഷ്യർ കൂടെ അല്ലെങ്കിൽ മറ്റു ജീവികൾ കൂടി ജീവിക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യം കൂടി തിരിച്ചറിയുക. അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമി, വായുവും ജലവുമെല്ലാം എന്ന തിരിച്ചറിവാണ് സംസ്കാരമെന്നും അദ്ദേഹം പറഞ്ഞു. കൾച്ചറൽ കോൺഗ്രസിന്റെ സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു മമ്മൂട്ടി. വിദ്യാഭ്യാസത്തെ പലപ്പോഴും സംസ്കാരമായി തെറ്റിദ്ധരിക്കാറുണ്ട്. വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രമേ സംസ്കാരമുണ്ടാകൂ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. എൻ്റെ അനുഭവവും അങ്ങനെയല്ല. പക്ഷേ വിദ്യാഭ്യാസം സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. സർക്കാർ മുൻകൈയെടുത്ത് സംസ്കാരം പഠിപ്പിക്കാനോ സാംസ്കാരിക ബോധത്തെ ഉണർത്താനോ ഉള്ള കൂട്ടായ്മയല്ല ഇത്. നമ്മുടെ സാംസ്കാരിക വൈവിധ്യത്തെ ഓർമ്മപ്പെടുത്താനാണ് സർക്കാർ ഈ സംരംഭം തുടങ്ങിയത് എന്ന് മമ്മൂട്ടി പറഞ്ഞു. നമ്മളിവിടെ പലപ്പോഴും മതേതരത്വം, മതസഹിഷ്ണുത എന്നൊക്കെ പറഞ്ഞാണ് ഏറ്റവും കൂടുതലായി സംസ്കാരത്തെപ്പറ്റി പറയുന്നത്. മതങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ, മതങ്ങളെ നമ്മൾ ഉദ്ധരിക്കാൻ വിടണ്ട. നമ്മൾ മനുഷ്യരെ വിശ്വസിക്കുകയല്ലേ കുറച്ചുകൂടി നല്ലത്. മനുഷ്യർ പരസ്പരം വിശ്വസിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മതം. മനുഷ്യർ പരസ്പരം വിശ്വസിക്കുക എന്നതാണ് വലിയ കാര്യം. പരസ്പരം നമ്മൾ കാണേണ്ടവരാണ്, പരസ്പരം നമ്മൾ ഒന്നിച്ചു ജീവിക്കേണ്ടവരാണ്. നമ്മളെല്ലാവരും ഒരേ വായു ശ്വസിച്ച് ഒരേ സൂര്യവെളിച്ചത്തിൽ ജീവിക്കുന്നവരാണ്. സൂര്യനും മഴയ്ക്കും വെള്ളത്തിനുമൊന്നും ജാതിയും മതവുമില്ല, രോഗങ്ങൾക്കുമില്ല. എന്നാൽ ചിലർ വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. വേർതിരിവുകൾ കണ്ടുപിടിക്കുന്നത് സ്വാർത്ഥലാഭത്തിനു വേണ്ടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ലോകമുണ്ടായ കാലം മുതൽ നാം പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ശത്രുവിനെ, നമ്മളുടെ ഉള്ളിലെ പൈശാചിക ഭാവത്തെ മാറ്റാനാണ് സ്നേഹമുണ്ടായത്. അപൂർവം ചില ആളുകൾക്കേ ഉള്ളൂ ആ സിദ്ധി. ലോകം മുഴുവൻ അങ്ങനെയാകണമെന്ന് ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹമാണ്. അങ്ങനെ നടക്കില്ല. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ നന്മ ജയിക്കണം, മമ്മൂട്ടി പറഞ്ഞു. സമാപന സമ്മേളനത്തിൽ മമ്മൂട്ടി നടത്തിയ പ്രസംഗം ഇതിനകം വലിയ ജനശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. വാർത്ത തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ.